നവനീത് ഉണ്ണികൃഷ്ണൻ അമേരിക്കയിൽ നിന്ന് ചേരുന്നുണ്ട്. അതെ. അപ്പൊ നവനീതിനെ നമ്മൾ കുറെ കാലമായി നമുക്കൊപ്പം കാണണമെന്ന് ആഗ്രഹിച്ചാണ്. നമ്മളെ കണ്ടാൽ തിരിച്ചറിയുമെന്നോ നവനീത്? ഗ്ലാസ് ഒക്കെ വിറ്റി വെച്ചിരിക്കും. ഹായ് നവനീത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നവനീത്. അമേരിക്കയിലൊക്കെ എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു. Yes, thank you so much, Uncle, for inviting me on. Hope you all are doing well as well, and happy Onam to everyone. എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ. നവനീത് മലയാളത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ ഇംഗ്ലീഷിൽ പറയും. യു ആർ ഓൾ ഹാപ്പി. മാത്രമല്ല നവനീതിന്റെ ദേവരാജ മാഷിന്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ 1000 പാദസരങ്ങളെ കുറിച്ച് ഇംഗ്ലീഷ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ കേട്ട് ഞങ്ങൾ ആവേശഭരിതരായി നടക്കുന്ന സമയത്താണ് നവനീത് നമുക്കൊപ്പം ചേരുന്നത്. Thank you. ഇപ്പൊ അമേരിക്കയിൽ എവിടെയാണ് നവനീത് നമുക്കൊപ്പം ചേർന്നത്? Uncle, I'm currently joining in from New York. In fact, I just came to New York this week from my home of Arizona. So I'm in New York right now. It's my first week of college. ശരിക്കും അവിടെ നമുക്ക് ഒരു കക്ഷി അവിടെ ഉണ്ട്, മധു കൊട്ടാരക്കര എന്ന് പറഞ്ഞിട്ട്. വഴിയിലെങ്ങനെ കാണുവാണെങ്കിൽ ഒരു തട്ട് കൊടുത്തേക്കണേ കേട്ടോ. ഓക്കെ നവനീത് എല്ലാ ഓണാശംസകളും നവനീത് നേരും. ഞങ്ങൾ 24-ന്റെ അവതാരകരാണ് നവനീതിനൊപ്പം ചേരുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം പ്രത്യേകിച്ച് ഇതിനകത്ത് മ്യൂസിക് അറിയാവുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട് കേട്ടോ. സ്മിത ഹരിദാസ് നവനീതിന്റെ ഫാനാണ്. നവനീത് ഞങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. മാത്രമല്ല നവനീത് മുഖസ്തുതിയാണെന്ന് വിശ്വസിക്കരുത്. അമേരിക്കയിരിക്കുന്ന ഒരാളോട് മുഖത്ത് നോക്കി സ്തുതിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ പറയുന്നത് സ്പീഡ് കൂടി പോകുന്നുണ്ടേ പറയണേ. ഞാൻ ഈ രാത്രി നേരങ്ങളിലൊക്കെ തന്നെ നവനീതിൻ്റെ പാട്ടുകൾ ഇങ്ങനെ നിരന്തരം കേട്ടാണ് ഉറങ്ങുന്നത്. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ബലമായ സംശയമുണ്ട് ഞാൻ ഈ കേൾക്കുന്ന പാട്ട് പാടിക്കുന്ന വല്ല പെൺകുട്ടികളുമാണോ എന്ന്. കാര്യം അത്രയ്ക്ക് ശ്രദ്ധയോടെ കേൾക്കും. പക്ഷെ ഞാൻ പറഞ്ഞു ഈ പാട്ട് നിന്നെ വല്ലാത്തൊരു മാജിക് ലോകത്ത് എത്തിക്കും, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കാണിച്ചു കൊടുത്തു, ദിസ് ഈസ് നവനീത് ഉണ്ണികൃഷ്ണൻ ഫ്രം US. പിന്നെ നല്ല സൂപ്പർ ഇംഗ്ലീഷുമാണ്, പ്രൊനൗൺസിയേഷൻ കൊള്ളാം. ഇവിടെ ആണെങ്കിൽ ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് കിടന്ന് ഡോക്ടർ ശശി തരൂരായിരുന്നു കേട്ടോ. ഉള്ള ഇംഗ്ലീഷ് എല്ലാം മലയാളിയോട് പറഞ്ഞ് കുഴപ്പമാക്കി. അപ്പോൾ അതിനുശേഷം ഞങ്ങളെ ഞെട്ടിച്ചിരിക്കുന്ന നവനീതിന്റെ പാട്ടും കൊള്ളാം, ഇംഗ്ലീഷും കൊള്ളാം. അപ്പൊ താങ്ക് യു നവനീത്. ഒരു മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു യുവ ഗായകനായിട്ട് താങ്കൾ മാറിക്കഴിഞ്ഞു. കൺഗ്രാജുലേഷൻസ് ഫ്രം 24. അപ്പൊ നമുക്ക് സിനിമ പാടി ഹൃദയപൂർവ്വത്തിൽ പാടിയല്ലേ? ഹൃദയപൂർവ്വം. അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയൂ നവനീത്. Yeah, absolutely. So I got extremely, incredible chance to sing in Satyandikara. അവനെ പറ്റുന്ന പോലെ ഒന്ന് മലയാളത്തിൽ പിടിച്ച് നോക്കിയാലോ? കൂടുതൽ ഇംഗ്ലീഷ് ഞാൻ പറയാം, പക്ഷെ ചില വാക്കുകൾ ഞാൻ മലയാളത്തില്. അതെ. അപ്പൊ ആ പാട്ടിന്റെ 2 ലൈൻ ഓർമ്മയുണ്ടോ ഹൃദയപൂർവ്വത്തിൽ? ഇപ്പൊ തിയേറ്ററിൽ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുക സിനിമ. Yeah. I'll speak a little bit about the experience. I can sing a bit of the song as well. To go back to your original question, but it was a fantastic experience. I am eternally grateful to Satyandikara uncle, Justin Prabhagan Chetan, the composer, Mohanlal sir, and of course both Akhil and Anup Satyan, Etans as well. It was truly an experience of a lifetime, and I will never forget the experience just hearing the song for the first time. And ആദ്യ സമയം ഒരു സ്വന്തം ഗാനം മൂവിയിൽ കാണുന്നതും കേൾക്കുന്നതും അതിന് വാക്കുകളില്ല. അതാണ് എൻ്റെ മലയാളം. പക്ഷേ I'll sing a little bit about that song. And happy Onam to all of them as well. Thank you. I'll sing 2 lines. വിട പറയാ ചിരിയോടെ മറുമൊഴിയും ഇടരാതെ ഇടനെഞ്ചിൽ പെയ്യാ മേഘക്കാരോടെ വഴിമാറി പാറി വേനൽ പൂത്തുമ്പി നിറവായി എന്നാളും നിറവായി പോന്നിട ഈ മൂടൽ മഞ്ഞിൽ മങ്ങും ആ കാണാദൂരത്തുണ്ടേ ആരാരോ കണ്ണനയാതെ പോവുകയായി അകലാനാവാതെ ഉള്ളുലയാതെ പോവുകയായി പിരിയാനാവാതെ.
That's a little bit. Okay, good, Yeah, very good, oh. very good, very good, very good. നവനീത് എനിക്ക് തോന്നുന്നതേ ദേവരാജൻ ഏറ്റവും കൂടുതൽ ദേവരാജ മാഷിന്റെ പാട്ടുകളാണ് നവനീത് ഈ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും വഴി ആൾക്കാരെ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ദേവരാജ മാഷ് ഒരു സർവകലാശാലയായിരുന്നു ആ കാര്യത്തിൽ, ഒരു സ്ട്രക്ചറൽ മ്യൂസിക്കിൻ്റെ ഒക്കെ ആളായിരുന്നു. അപ്പം മാഷിൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഉടൻ നവനീതിൻ്റെ മെമ്മറിയിൽ വരുന്ന ആദ്യത്തെ സോങ് ഏതാ? നവനീത് ഏറ്റവും പാടാൻ ഇഷ്ടമുള്ളത്? I think that's a kind of tough question because he composed, I think every song of his is that good. But if I were to pick one part to pick, I'll pick Arigil Ni Undai. Yes, 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 good. Arigil Ni Undayirunengil Arigil നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി ഒരു മാത്ര വെറുതെ നനച്ചുപോയി അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി ഒരു മാത്ര വെറുതെ നനച്ചുപോയി. എനിക്ക് തോന്നുന്നു നവനീതിന്റെ ഏറ്റവും ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ കർണാട്ടിക് ബേസ് ആണ്. കർണാട്ടിക് മ്യൂസിക്കിലുള്ളൊരു നല്ലൊരു സ്ട്രോങ് ബേസ് ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ നവനീതിൻ്റെ എല്ലാ കൺസേർട്സും നോക്കുകയാണെങ്കിൽ ആ കൺസേർട്സിൽ ഈ ആൾക്കാരും കൂടെ ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയൊക്കെ വളരെ വളരെ നമുക്ക് ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. അപ്പം കർണാട്ടിക് അതിൻ്റെ ഒരു രാഗം എടുത്തു കഴിഞ്ഞാൽ ആ രാഗം എങ്ങനെയാണ് ഒരു സിനിമ സോങ്ങിൽ എങ്ങനെയാണ് അത് മാറ്റിയിരിക്കുന്നത്, അതൊക്കെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം എത്ര നാളായിട്ട് ഇത് പഠിക്കുന്നുണ്ട്, ഒപ്പം തന്നെ ഈ രാഗങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയാൻ അത് എപ്പോഴാണ് ഒരു പ്രചോദനം കിട്ടിയത്? നവനീത് ഈ സംസാരിച്ച ശബ്ദം പ്രജിൻസി കണ്ണൻ ഒരു വാർത്താ അവതാരകൻ്റെതാണ്. പക്ഷേ പുള്ളി വാർത്തയെക്കാളും താല്പര്യം പാട്ട് പാടാനാണ്. I guess you can put it that way. I appreciate your kind words. But actually my base is more in Hindustani than it is in Carnatic music. And Hindustani music training probably the last 14-15 years, but Carnatic has only been for the last 5.5 years. I'm deeply passionate about both styles, but to answer your question about I guess how it comes, I mean, I think credit to my parents and my music teachers, my gurus, for like teaching me a lot about music, making me hear a lot of songs, especially my parents. You know, just growing up listening to the songs of legends like Devaraja Master, Johnson Master. People forget that, I mean, I think they conveniently forget in a very mistaken way, like legends like Devaraja Master, Dakshinamurti Swami, Raghavan Master, they were all classical musicians at the beginning. That's why if you take a composition like Sugumara Kalagal Swarnam Podiyum Bhagavati Vigrahame, that's in Suruti. Or if you take Dakshinamurti Swami's Chitrashila Panikal Kondoru, it's Karaharapriya. There's a lot of influence of that raga and they're in a lighter mood. They knew how to use those ragas beautifully. And so I feel like the more I started to learn classical music and the more I started to listen to more and more Malayalam film songs, I guess that's kind of where it started. And then kind of doing the programs kind of originated from that, so to say. നവനീത്, ഈ അമ്മയച്ഛനും ആണ് എപ്പോഴും പാട്ടുകൾ കൂടുതൽ പറഞ്ഞു തന്നത്. തൃപ്പൂണിത്തുറയിലാണെന്ന് തോന്നുന്നു അല്ലേ തറവാട്? അപ്പോൾ അവിടുത്തെ ഓണം ഓർമ്മകളൊക്കെ ഉണ്ടോ? ഓണം നാട്ടിൽ ആഘോഷിക്കാറുണ്ടോ? Actually, Trippunithra Tarvada, I've done quite a few programs there, but Achinde Tarvada Vengarayanu, which is near Payyanur in Kannur district. But Amma hails from Arikod, the same as Kumar Arikod, like the same Arikod. But as far as Onam goes, my memories of it, I've never had the privilege of spending Onam at home in Kannur, but I have had it within Arizona when my grandparents are there, and it's always fantastic. ഒരു ഓണപ്പാട്ട് നവനീത്, ഒരു കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നവനീതിന് ഇപ്പം മലയാളം ഫ്ലുവന്റ് അല്ല എന്ന് നവനീത് തന്നെ പറയുന്നുണ്ട്. പക്ഷെ പാട്ടിൽ ഒരിക്കലും നമുക്കത് തോന്നാറില്ല. വളരെ സ്ഫുടമായിട്ടാണ് നവനീതിന്റെ മലയാളം. അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ.
അപ്പൊ എന്തായാലും നല്ലൊരു ഓണപ്പാട്ടും കൂടി നമ്മളുടെ 24 പ്രേക്ഷകർക്ക് വേണ്ടി. I'll sing one of my favorite Onam songs, Keralam Keralam. Keralam Keralam കേളി കൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകിളി സദനമാമിൻ കേരളം. കേരളം കേരളം കേളി കൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകിളി സദനമാമിൻ കേരളം. കേരളം കേരളം. ഓക്കെ, താങ്ക് യു. നവനീത്, ഇനി നാട്ടിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് കൊച്ചിയിൽ വരുമ്പോൾ നമ്മുടെ 24ലേക്കും ഫ്ലവേഴ്സിലേക്കും വരിക. യു ആർ വെൽക്കം. അമ്മയ്ക്കും അച്ഛനും ഇങ്ങനെ ഒരാളെ തീർത്തതിൽ അവർക്ക് വലിയ റോളുണ്ടല്ലോ. അവർ താങ്കളുടെ സംഗീത സഭയിൽ അവർ നന്നായി റോളെടുത്തും താങ്കൾ പലപ്പോഴും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഓണാശംസകൾ. താങ്കൾ നാട്ടിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ ചാനലിലൊന്ന് ഓണം കൂടണം. ഓക്കെ, എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് പാടി തകർക്കണം ഒരു ദിവസം. ഓക്കെ, അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ഈ ഫ്ലോർ, ഞങ്ങൾ നിൽക്കുന്ന ഈ ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഇവിടെ ചിത്രയെ പോലെ ഒരുപാട് ഗായകർ വന്ന് പാടിപ്പോയിട്ടുള്ള ഫ്ലോറാണ്. അപ്പോൾ ഈ ഫ്ലോറിൽ നിന്ന് നവനീത് ഒന്ന് പാടണം. ആ പാട്ട് നമുക്കൊന്ന് പ്രക്ഷേപിക്കണം. ഓക്കെ, യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു നവനീത്. ഓണാശംസകൾ. താങ്ക് യു. ഓണാശംസകൾ അങ്കിൾ. താങ്ക് യു. അത് നവനീത് ഉണ്ണികൃഷ്ണനായിരുന്നു. നമ്മുടെ പ്രീതാലക്ഷ്മി പറഞ്ഞതാണ് നവനീതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സംസാരിക്കുമ്പോൾ തനി അമേരിക്കൻ ഇംഗ്ലീഷ്. അപ്പോൾ നമുക്ക് ഡോക്ടർ തരൂരിനെ പോലുള്ള ആൾക്കാരെ പെട്ടെന്ന് ഓർമ്മ വരും. എന്നാൽ പാടുമ്പോൾ നമുക്ക് ദാസേട്ടനൊക്കെ പാടുന്ന അക്ഷരശുദ്ധിയില്ലേ, ആ അക്ഷരശുദ്ധിയിൽ ഒരു അക്ഷരം പോലും നവനീത് മാറ്റി പാടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഇപ്പം നമ്മൾ തമിഴിൽ നിന്നൊക്കെ വരുന്ന ഗായകർ മലയാളം പാട്ട് പാടുമ്പോൾ അവരെത്ര അഭ്യസിപ്പിച്ചാലും അവർ ചില അക്ഷരങ്ങൾ അവർക്ക് പ്രശ്നമാണ്. എന്നാൽ ഒരക്ഷരം പോലും ഇത്ര കാലം അമേരിക്ക ജീവിച്ചിട്ടും പ്രശ്നമാകുന്നില്ല. എന്തായിരിക്കും ആഷ്മി അതിൻ്റെ രഹസ്യം? അതെങ്ങനെയായിരിക്കും ഞാൻ ആലോചിക്കുമായിരുന്നു. എന്നാൽ അവനല്ല സംസാരിക്കുമ്പോൾ ലാ എന്ന് പറയുമ്പോൾ ളാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ പാടുമ്പോൾ ലാ നല്ല മനോഹരമായിട്ട് രായും ഒക്കെ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു മസ്തിഷ്കം ഒന്നും പറയാൻ പറ്റുന്നത്, മസ്തിഷ്കമൊക്കെ പറയുന്നുണ്ട്. എല്ലാം പ്രക്ഷാളനം എല്ലാം. മസ്തിഷ്ക ജ്വരം എന്നുള്ളൊരു പാട്ടിലില്ലാത്തതുകൊണ്ട് അല്ലെ അതും പാടിയനെ, തീർച്ചയായിട്ടും പാടിയനെ. വിജയൻ ഒരു താളബോധമുള്ള ഒരാളാണല്ലോ. ആകെ ഉള്ളൊരു ബോധം അതാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ബ്രേക്ക് പറയാനുണ്ട്. പറഞ്ഞോണ്ടിരിക്കുന്നു ബ്രേക്ക്. അതെന്താ പറയാ, പുള്ളിക്ക് തലയ്ക്ക് സുഖം. അതായത് ഈ പാട്ടിനെ കുറിച്ച് ഒരു വിലയിരുത്തൽ. ഈ വരികൾ കൃത്യമായി മനസ്സിലാക്കുക, സാഹിത്യം മനസ്സിലാക്കുക, അതിന്റെ രാഗം മനസ്സിലാക്കുക. അപ്പൊ ഉറപ്പായിട്ടും കൃത്യം ആ വാക്ക് തന്നെ വരും. അത് യേശുദാസ് പാടുമ്പോഴും യേശുദാസിന്റെ പ്രത്യേകത അങ്ങനെ തന്നെയാണല്ലോ. സാഹിത്യം ഹൃദിസ്ഥമാക്കുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക, അർത്ഥം അറിഞ്ഞു പാടുക എന്ന് നമ്മൾ പറയില്ലേ. യഥാർത്ഥത്തിൽ നവനീത് ചെയ്യുന്നത് അത് തന്നെ. ശ്രേയഘോഷാൽ ഇത് തന്നെയായിരിക്കും ചെയ്യുന്നത്. ഉറപ്പായിട്ടും മലയാളി പോലെ ഉറപ്പായിട്ടും അഭിപ്രായത്തിലൊന്നുമില്ലല്ലോ. ബോബി പാടുവോ? ഇല്ല. പാടാവൂ? പാടിയാൽ പാടാവൂ? ഗോപി രണ്ടുപേരും പാടുന്നു. മനോഹരമായി ഞാൻ കേട്ടിട്ടുണ്ട് പാടുന്നേ. ഞാനും കേട്ടിട്ടുണ്ട്. മനോഹര പാടാറുണ്ട്. ഇല്ല ഞാൻ പാടില്ല.